മകളും ശിഷ്യനും വ്യത്യസ്ത വേദികളിൽ മാറ്റുരയ്ക്കുമ്പോൾ സാന്നിധ്യം ആർക്കൊപ്പമാകും? ഒരേ സമയം ഗുരുവും പിതാവുമായ ഒരാളുടെ മനസ്സംഘർഷത്തിന് ഞങ്ങൾ സാക്ഷിയായി. അതിൻ്റെ പര്യവസാനം കലയുടെ ജയം കൂടിയാകുമ്പോൾ അത് കലോത്സവ വേദിയിൽ നിന്നുമുള്ള അവിസ്മരണീയ കാഴ്ചയായി. ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ കഥകളി മത്സരവേദിയിൽ എത്തിയതായിരുന്നു ഞങ്ങൾ. ഒരുക്കങ്ങൾ തകൃതി. ഇടയ്ക്കെപ്പോഴോ കൊല്ലംകാരനായ കലാമണ്ഡലം രാജീവൻ നമ്പൂതിരി ശ്രദ്ധയിൽപ്പെട്ടു. ശിഷ്യൻ മത്സരത്തിനുണ്ട്. ടെൻഷൻ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കാര്യം തിരക്കി. മറ്റൊരു വേദിയിൽ മകൾ കഥകളി സംഗീതത്തിൽ മത്സരിക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ ഈ അച്ഛനില്ലല്ലോ എന്ന ആശങ്കയാണ് മുഖത്ത്. എനിക്ക് മകളുടെ മത്സരത്തിൽ അങ്ങോട്ട് കാണാൻ പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. കാരണം കഥകളി മത്സരവേദിയിൽ എൻ്റെ കുട്ടി പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ റിസ്ക് കൂടുതലാണ് കഥകളി പങ്കെടുക്കുന്ന കുട്ടിയാകുമ്പോൾ. അപ്പോൾ കിരീടം വെക്കാനൊക്കെ നമ്മൾ ഗുരുക്കന്മാർ കൂടെ നിൽക്കണമെങ്കിൽ മാത്രമേ കുട്ടികൾക്കൊരു ധൈര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവിടെ കൂടെ നിൽക്കുകയാണ്. കാണാൻ പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. പിന്നെ പാടിക്കൊള്ളും എന്നൊരു ധൈര്യമുണ്ട്. ചമയത്തിൽ തുടങ്ങി കിരീടമുറപ്പിക്കുന്നതുവരെ കഥകളിയുടെ ഒരുക്കവും കടുപ്പമാണ്. അവിടെ താനില്ലാതെ എങ്ങനെ ശരിയാകും? പക്ഷെ അപ്പുറത്തു മകളാണ്. ചിന്തകൾ അവിടേക്കും പായുന്നു. ഇടയ്ക്ക് വിളിച്ച കാര്യങ്ങൾ അന്വേഷിച്ചു. ഇപ്പോൾ തുടങ്ങിയോ? ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയോ? മകൾ നന്നായി പാടുമെന്ന ഉറപ്പിൽ വീണ്ടും ശിഷ്യനിലായി ശ്രദ്ധ. ഒരു പക്ഷേ ഇവന് മടുപ്പം ഉണ്ടെങ്കിൽ പോലും സാറ് പറയും ഇന്ന ദിവസം ക്ലാസ്സിന് വരണം. അങ്ങനെ സാറിൻ്റെ ആത്മാർത്ഥത ഭയങ്കരമാണ്. നമ്മൾ ഒരു അധ്യാപകരും കാണാത്ത ഒരു ഹാർഡ് വർക്കാണ് സാറ് ചെയ്യുന്നത്. മത്സരം കഴിയും വരെ ആത്മവിശ്വാസം നൽകി ഗുരു ശിഷ്യനൊപ്പം. ഓടനാവട്ടം KRGPM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് സാരംഗ. ഇനം തീർന്ന ഉടൻ തന്നെ മത്സരഫലവും വന്നു. A ഗ്രേഡ്. മനസ്സറിഞ്ഞ് അഭിനന്ദനം നൽകി. മകളുടെ മത്സരം കാണാൻ ഇനി കാർമലിലെ വേദിയിലെത്തണം. മത്സരം കഴിഞ്ഞോ എന്നറിയില്ല. അവിടെ എന്തായി എന്നറിയാനുള്ള ആകാംക്ഷ ഞങ്ങൾക്കുമുണ്ടായിരുന്നു. രാജീവൻ മാഷിനെ ഒട്ടും വൈകാതെ കാർമൽ സ്കൂളിലെത്താൻ ഞങ്ങൾ സഹായിച്ചു. എന്തായാലും കഥ ശുഭപര്യവസായിയാണ്. രാജീവൻ മാഷിന് മകളുടെ മത്സരവും കാണാൻ സാധിച്ചു. പല സ്റ്റേജുകളിലും ഞാൻ പാടുമ്പോൾ അച്ഛനെ കാണാറില്ല. അച്ഛന് സ്റ്റുഡൻസ് കാണും. അപ്പോൾ അച്ഛൻ അതിൻ്റെ ഇതിൽ പോകും. അപ്പോൾ എനിക്ക് സ്റ്റേറ്റിൽ അച്ഛൻ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഒരു അച്ഛൻ വന്നില്ലായിരുന്നു. പക്ഷേ സ്റ്റേജിൽ കട്ടൻ പൊക്കിയപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ കണ്ടപ്പം ഹാപ്പിയായി. അപ്പം കോൺഫിഡൻ്റ് ആയിട്ട് പാടാൻ പറ്റുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അച്ഛനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഫലം വന്നപ്പോൾ ശിഷ്യനെ പോലെ മകൾ ശ്രീനന്ദയ്ക്കും A ഗ്രേഡ്. അച്ഛനും മകളും ഗുരുവും ശിഷ്യനും ഹാപ്പി. ഞങ്ങളും. കലോത്സവത്തിലെ മത്സരങ്ങളിൽ തങ്ങളുടെ കുട്ടികളെ ആവേശത്തോടെ മത്സരിപ്പിക്കാനെത്തുന്ന രക്ഷിതാക്കൾ കണ്ടു പഠിക്കണം രാജീവൻ മാഷിനെ. മകളോടാണോ ശിഷ്യനോടാണോ ഏറെ പ്രിയം എന്ന ചോദ്യത്തോട് എനിക്കേറെ ഇഷ്ടം കലയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു അധ്യാപകനാണ് അദ്ദേഹം. ഇദ്ദേഹത്തെ പോലെയുള്ളവരുടെ മഹനീയ സാന്നിധ്യം തന്നെയാണ് ഈ കലോത്സവ വേദിയെ ശ്രദ്ധേയമാക്കുന്നത്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ശ്രീജ ആശിഷ്, അമൃത ന്യൂസ്.